വേണം സത്യത്തില്. കോടതി എന്തോ ഇരിക്കുകയെന്നാ റേപ്പാ റൂപ്പാന്നൊക്കെ കള്ളക്കഥയും പറഞ്ഞ് വരുന്നവന്മാരുടെയും മരുന്നവന്മാരെയേ 4-5 ശിക്ഷ ഇവിടുമാർക്കും കൊടുത്താങ്കിലേ പിന്നെ ഇവിടുമാര് കള്ളക്കഥയും കൊണ്ട് വരത്തില്ല. ഇവിടുമാരെ പിടിച്ച് പോകുന്ന ജയിലിലിടണം കള്ളക്കഥയും കൊണ്ട് വരുന്നവളുമാര്. കള്ളക്കഥ മനസ്സിലാക്കി കോടതി അതിനനുസരിച്ച് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ ഇത് ഇങ്ങനെ ഓരോ നാണമില്ലാത്ത അവളുമാര് കയറിയിരുന്ന് പറയും, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയും, നടക്കും. കുറച്ച് കഴിയുമ്പോ എന്തിയേ അവനങ്ങനെ നടത്തില്ല. അത് അവന്മാർക്കറിയാം ഇങ്ങനത്തെ ഇതൊക്കെ ചുമ്മാതെ കഥകളാണ്. കുറെ പെണ്ണുങ്ങൾ കാണാത്ത പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറെ കഥകളുണ്ടെങ്കിൽ കുറെ കാശൊക്കെ കിട്ടുക. അതാണ്ടൊരു പുതിയ രീതിയുണ്ട് ഇങ്ങനെ കാശൊക്കെ കിട്ടുന്നത്. അതടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഥകളും നാടകവും ഇതല്ല, സ്ക്രിപ്റ്റഡ് നാടകങ്ങൾ. അതൊന്നും അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അബോധനാക്കി എന്നൊക്കെ പറഞ്ഞ കഥകളാണ്. ഇവന്മാര് ഞാന് എന്തുവാ ഗർഭിണിയായി അങ്ങനെ ഇങ്ങനെ എന്തുവാ എന്ന് പറയുന്നത് സത്യമാണോ? ഇവന്മാരില്ലേ കഥ ഉണ്ടാക്കുന്നത്. ഇവിടെ വടക്കേലെ അവള് ഗർഭത്തിന് ഇങ്ങനെ സാമാനം കൊണ്ട് പോയതും എന്നെ കുറിച്ച് അവിടെ തമിഴന്മാര് കുറച്ച് കായംകുളത്തെ കഥ പറയുന്നതല്ല എന്റെ ചെവിക്കേട്ടതാ. അത് ഉള്ളതാ അതൊക്കെ? അതൊക്കെ ഉള്ളതാണോ? എന്ത് എമ്മാത്ര കഥയാണ് ഉണ്ടാക്കുന്ന ഉള്ളതാണോ അതെല്ലാം? കൊള്ളാം. ഞാനാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഫോൺ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ ഉള്ളതാ. ഞാനാണെന്ന് പറഞ്ഞോണ്ട് വേറെ പെണ്ണുങ്ങൾ അഭിനയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണോ? പിന്നെ ഇങ്ങനെ കുറെ അവന്മാരും ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെ വീടാൻകൂടിയ താമസിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നതെല്ലാം ഉള്ളതാ. അവന്റെ കുട്ടന്റെ വീട്ടില് ഞാനും വേറെ ആരാണ്ട് ഒരു പെണ്ണും കൂടെ കൊച്ചു പെണ്ണും കൂടെ താമസിക്കുന്ന കഥയുണ്ടാക്കുന്ന ഉള്ളതാ? ഉള്ളതാണോ? അവൻ ഇവിടെ കയറുന്നെന്ന് പറയുന്ന കഥ ഉള്ളതാണോ? സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് പാതിരാത്രി ശിവയി പോകുമ്പോ അവൻ ഇവിടെ വരുവാന്ന് പറയുന്ന കഥ ഉള്ളതാണോ? പിന്നെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ ഒത്തിരി വേലകളുണ്ട് ഇവന്മാരുടെ കയ്യിൽ. കള്ളക്കഥകൾ ഉണ്ടാക്കാൻ ഇങ്ങനെ കുറെ വേലയും കൂടി ഇല്ലാത്ത കുറെ അവന്മാർ ഫോൺ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക ഇവിടുത്തെ കഥകൾ ഉണ്ടാക്കാനും. ഇതൊക്കെ ഉള്ളതാ? അവന്മാരുടെ കഥകളാ ഉള്ളത്. എന്റെ വസ്തു വിറ്റ് എന്തോ വസ്തു എഴുതി വെച്ചിരിക്കണം, വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണോ, വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണോ എന്ന് പറഞ്ഞുള്ളതാ. എന്നിട്ട് എന്തിയാ ഉള്ളതായിരുന്നത്? അവനെന്ത് വിചാരിച്ചത്? വസ്തു എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ആർക്കാ വസ്തു എഴുതിയത്? അതുള്ളതായിരുന്നോ? ഇപ്പൊ 2019 നടന്നു, 20 നടന്നതാ. 2025 എന്റെ വസ്തു ഉപരമാണോ അല്ല എന്റെ എല്ലാം സൂക്ഷിച്ച് വെക്കേണ്ടത് വെച്ചിട്ടുണ്ട്. അതുള്ളതായിരുന്നു അപ്പം? തെമ്മാരത്തെ കഥ ഉണ്ടാക്കുന്നതെല്ലാം ഉള്ളതാ. തെമ്മാടികൾ കുറെ നാളമില്ലാത്തവന്മാര് കഥകളുണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ഉള്ളതാ. എവിടെയുള്ളതാ? അവിടെയെല്ലാം ഞാൻ വാടക കൊടുത്ത് താമസിക്കുമ്പോൾ ശുഭ്രാൻ കോംപ്ലക്സിലാണ് കൂടുതൽ. പിന്നെ പുരാനി സമയത്തിലും ഞാൻ എന്റെ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിച്ചിട്ട് ഞാനുള്ള വേറെ ആ മുറി വേറെ ആളുമാരാ താമസിക്കുന്നത് എന്ന് പറയുന്നതെല്ലാം ഉള്ളതാ. ഉള്ള നമ്മൾക്കൊക്കെ
ഇവന്മാർക്കൊക്കെ എന്തോ ഇങ്ങനെ ഇരിക്കുക ഫോൺ പിടിച്ച് കുറെ ആൾക്കാർ നോക്കാൻ. മുക്കുവിന്റെ വീട്ടിൽ മുക്കുവിന്റെ പെണ്ണുങ്ങളുടെ അമ്മ അപ്പനൊക്കെ വരുന്നുണ്ട്, വേറെ ആരാണ്ട് പെണ്ണുങ്ങളാ വരുന്നതെന്ന് പറയുന്നതിൽ ഉള്ളതാ. മുക്കും എനിക്ക് ഫോട്ടോയും അതും സൗണ്ടും എല്ലാം എനിക്കറിയാം. മുക്കും പറയുന്നതും വളരെ ഇതിലുള്ളത് എനിക്കറിയാം, അതെല്ലാം ഉള്ളതാ. മുക്കും ഇവിടെ വരുമ്പോ വേറെ ആരാണ്ട് ഇവിടെ വന്ന് വരുന്നതെന്നെല്ലാം പറയുന്നത് ഉള്ളതാ. ഡ്രായിങ് കൊണ്ട് കുറെ ആൾക്കാരും അമ്മ നടക്കുന്നതെല്ലാം ഉള്ളതാ. ഞാനും കൂടി പറഞ്ഞുതരാം ഇവന്മാരുടെ കഥകളൊക്കെ. കലയിലോട്ട് അടിക്കുന്നു, കള്ളയസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഉള്ളതാ. തലമുടി കൊയ്ച്ചേച്ച് തലമുടി കൊയ്യുന്നെന്ന് പറയുന്നുള്ളതാ. തലമുടി കൊയ്ച്ചേച്ച് ലേസറെല്ലാം വെച്ച് ബോധം പൊടിക്കുന്നത്. ഇന്നലെ കണ്ടല്ലോ മുഖം എങ്ങനെയായിരുന്നത്. നിങ്ങൾ കാണുന്നല്ലോ ഓരോ ദിവസത്തെ വ്യത്യാസം. ചില ദിവസം അടിക്കുന്ന ദിവസം മുഖം ഇരിക്കും, അടിക്കാത്ത ദിവസം മുഖം എങ്ങനെ ഇരിക്കുന്നുള്ളത് നിങ്ങൾ ശരിക്കും കാണണമല്ലോ. പിന്നെന്തുവാ? അറിയാം, അത് മാത്രമല്ല എന്നോട് ഇനിയിപ്പോ അറിയാമല്ലോ. അങ്ങനെ എല്ലാം ഉള്ളതാ. എന്റെ മുഖത്തൊന്നും ഒരു പാടില്ല. ഇവന്മാർ ഓരോന്നും ചെയ്യുന്നത് ഉള്ളതാ. അവന്റെ മുട്ടയിലോട്ട് അടിക്കുക ലേസർ. ഇപ്പൊ മുട്ടയിലോട്ടാ പണി, മുട്ടയിലോട്ട് അടിക്കുക. അസ്ഥി ഇല്ലാതാക്കാനായിരിക്കും. അസ്ഥി ചില ആൾമാർ ഇവിടെ അസ്ഥി ഇല്ലെന്ന് അവർക്ക് അസ്ഥി. രാത്രി പാതിരാത്രിക്ക് എവിടെ വന്നോണ്ടിരുന്നവരാ ടാങ്കി വെള്ളത്തിൽ വെക്കം നിരക്കാന്. സോമച്ചാര് ഞാൻ കള്ളു കുടിക്കുന്നു പറഞ്ഞല്ലോ ഉള്ളതാ. എന്നോട് നാട്ടുകാരെ വന്ന് പറഞ്ഞു, മോളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു മോളെന്ന്. ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് മോളോട് പറയുന്നത്. അവനിങ്ങനെ പറഞ്ഞു കിടക്കുക വന്നത്. അത് 2019 അതുള്ളതായിരുന്നു. നമ്മളിന്നലെ പോയി എന്താ സാധനം വാങ്ങിച്ചോണ്ട് വന്നു. വല്ല കള്ളും കറ്റാവുമാണോ വാങ്ങിച്ചത്? തോന്നിയാസല്ലേ പറയുന്നത്. അപ്പം അവന്റെ വീട്ടിലാ കള്ളും കുടിച്ച് നടക്കുന്നത് ആളുകള്. ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല ഇതുവരെ. കുടിക്കേണ്ട കാര്യമില്ല എനിക്ക്. ആ കാശിന് വേറെ വല്ല വാങ്ങിച്ചിരുന്നു. വറുത്ത ഉപ്പേരിയും പോലും ഞാൻ വാങ്ങിക്കുന്നില്ല. പിന്നെ ആ കള്ള് വാങ്ങിക്കാൻ പോകുന്നത് എനിക്ക് വേറെ വഴിയുണ്ട്. വീട്ടിൽ നിന്ന് ആരും പുറത്തോട്ട് ഇറങ്ങത്തില്ലയോ? ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ആരും പുറത്തോട്ടിറങ്ങാതെ വീട്ടിലോട്ടെല്ലാം ഇനി വരുമോ? എല്ലാമൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. വീട്ടിൽ നിന്ന് എന്തുവാ പലരും വരും പലരും പോകും. കണ്ടവന്മാർ വരുന്നതും അവരുമാർ വരുന്നതും നമ്മൾ ഇവന്റെ വസ്തു എന്തോ സുബ്രഹ്മണ്യന്റെ വസ്തു നമ്മൾ പറയുന്നില്ലല്ലോ. ഇവരെന്തോ നമ്മുടെ കാര്യം പറയാൻ ഇവൻ എന്തോ എന്നും എന്തോ രക്തമ്മയുടെ മോക്ക് എഴുതി ഡിവൈഎസ് പണിക്കണ്ട വസ്തു ഇവൻ പറയുന്ന കാര്യം ഇവൻ ആരും ഇതൊക്കെ പറയാൻ. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ നമ്മുടെ വസ്തുക്കളെ കുറിച്ച് പറയാൻ ഇവനാരാ? നമ്മൾ എന്തുവാ സദാനന്ദ മന്ദിരത്തിലെ എന്തുവാ മോഹൻ സിംഗ് വക വസ്തു അല്ലെ സോമരാജൻ വക വസ്തു ഒന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അവിടെ വീടെന്ന് പറയും ഇത് വസ്തു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടനെന്ന് പറയുന്നത് ഇവരെന്തോ നാടകം ഉണ്ടാക്കുക എന്നൊന്നും നമ്മുടെ വസ്തുവിന്റെ കാര്യം പറയാൻ. ഇവനാരാ നമ്മുടെ വസ്തുവിന്റെ കാര്യം പറയാൻ? ഇവനാരാ? ഇത് നമ്മുടെ വീട്ടിൽ പഠിക്കാത്തവനെ കേട്ടില്ല സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ കള്ളനെ. പിന്നെ ഇവരെന്തോ ഡ്രാമ ഉണ്ടാക്കിയോ നമ്മുടെ വസ്തുവിന്റെ കാര്യം പറയാൻ? രത്നമ്മയുടെ മോള് ഡിവൈസ് പണിക്കർ അവർക്ക് എഴുതി കൊടുത്തെന്ന് പറയാൻ ഇവനാരാ? ഇവനാരാന്നാ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പറയാന്? അവന്റെ ഞാൻ വാങ്ങിച്ചല്ലോ. അതല്ല അവന്റെ ഞാനാ വാങ്ങിച്ചത്. അവന്റെ